ഹായ് മക്കളെ, എൻ്റെ പേര് നഹാസ്. ഞാൻ ഇവിടെ സൈലം കാലിക്കറ്റിലെ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. നമ്മൾ ഈ ഒരു 4 വർഷം കൊണ്ട് സൈലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ നല്ല റിസൾട്ടിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ്. എന്താ മക്കളെ ഈ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യ ദിവസം എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ക്ലാസ് കാണുന്നു, അത് പഠിക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ ക്യാമ്പസിലോട്ട് വരുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു എക്സാം എഴുതും. ആ എക്സാമിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ആ സെയിം ടോപ്പിക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓഫ്ലൈനായിട്ട് ഫാക്കൽറ്റീസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഒരു സെയിം ടോപ്പിക്ക് തന്നെ 2 ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇഷ്യൂ വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഓൺലൈനിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓഫ്ലൈൻ ഫാക്കൽറ്റീസിനെ കൊണ്ട് എന്ത് ചെയ്യാം, ചോദിച്ചിട്ട് അത് ക്ലിയർ ആക്കാനും പറ്റും. ഇനി അതിനുശേഷം വല്ല ഡൗട്ടും വരികയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം 1 മണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനായിട്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, അന്ന് ആ ടീച്ചേഴ്സിനോട് പോയിട്ട് ഡൗട്ടും എന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റും. അപ്പം ഇത്രയും സിസ്റ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിലാവാത്തൊരു ഇഷ്യൂ എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. അപ്പം ഇതാണ് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. രണ്ടാമത് പറയേണ്ട കാര്യം ഇവിടുത്തെ DPP ആണ്, അതായത് ഇവിടുത്തെ മെറ്റീരിയൽ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഈ DPP എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ DPPയിൽ ഉണ്ടാകും. നിങ്ങൾ ഏതൊക്കെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ആ DPPയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ NCERT വായിച്ചാൽ പോരെ, എന്തിനാ DPP എന്ന് ചില മക്കൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. മക്കളെ, ഈ NCERTയിലുള്ള സെയിം കണ്ടന്റ് തന്നെയാണ് DPPയിലുള്ളത്. പക്ഷേ NCERT ചില ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, അതേപോലെ നമ്മളെ കെമിസ്ട്രിയിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി ടോപ്പിക്കൊന്നും NCERT വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട്, കുറച്ചും കൂടി പിക്ചറൈസ്ഡ് ആയിട്ട് DPPയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DPP വായിക്കാൻ മീൻസ് ആക്ച്വലി നിങ്ങൾ NCERT മൊത്തം കവർ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് DPP കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ എക്സാം. അതായത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ പഠിച്ചത് എവിടെ വരെ എത്തി, എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എക്സാംസ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡെയിലി എക്സാംസ് ഉണ്ട് ആദ്യം, പിന്നെ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും, പിന്നെ മന്ത്ലി എക്സാം ഉണ്ടാകും, പിന്നെ GIB അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അതായത് നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ മക്കളോടുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇനി എൻ്റെ എന്തൊക്കെയാണ് മിസ്റ്റേക്ക്, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആ എക്സാമിൻ്റെ റിസൾട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം, DPP, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, എക്സാംസ്, ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിലൂടെയായിരിക്കും നിങ്ങൾ ഈ 2025 എന്ത് ചെയ്യുക, കടന്നു പോകുക. അപ്പോൾ വൈസായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ളത് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.